ഒരു രാജ്യത്തിന്റെ തന്നെ എക്കണോമി ഇരിക്കുന്നത് ബിസിനസ്സുകാരിലാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരു ബിസിനസ്സുകാരില്ലെങ്കിൽ ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം തന്നെ തകർന്നു പോകുന്ന ഒരു രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു സാധാരണ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ശമ്പളം കൊടുക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിന് എങ്ങനെയാണ് പൈസ വരുന്നത്? ഗവൺമെന്റിന് പൈസ വന്നാലേ ശമ്പളം കൊടുക്കാൻ പറ്റും. ഗവൺമെന്റിന് പൈസ വരുന്നത് പല സോഴ്സ് ഉണ്ട്. മെയിൻ സോഴ്സ് ആണ് ടാക്സ്. അതായത് ജോലിക്കാര് കൊടുക്കുന്ന ടാക്സ്, ബിസിനസ്സുകാർ കൊടുക്കുന്ന ടാക്സ്, ഇതിലൂടെയാണ് ഗവൺമെന്റ് മെയിനായിട്ട് പൈസ കണ്ടെത്തുന്നത്. ഇനി ഈ ജോലിക്കാർക്ക് ടാക്സ് കൊടുക്കാൻ പറ്റണമെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടണ്ടേ? ഇനി അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാണ്? ബിസിനസ്സുകാർ. അതായത് ബിസിനസ്സുകാര് ടാക്സും കൊടുക്കുന്നുണ്ട്, അതിന് പുറമെ ജോലിക്കാർക്ക് ശമ്പളവും കൊടുക്കുന്നുണ്ട്. ആ ശമ്പളമുള്ള കാരണമാണ് ആ ജോലിക്കാർക്ക് ടാക്സ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ബിസിനസ്സുകാരൻ ചെയ്യുന്നില്ലെങ്കിൽ, ബിസിനസ്സുകാരില്ലെങ്കിൽ അവർക്ക് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും. ജോലിക്കാരുണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഇനി ബിസിനസ്സുകാർക്ക് രാജ്യത്തിന് ടാക്സ് കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകാരാണ് ഒരു രാജ്യത്തിന്റെ നെടുംതൂണ് അല്ലെങ്കിൽ